ഞങ്ങളുടെ 4ാമത്തെ ദിവസമാണ് ഇന്ന്. മലേഷ്യയിലെ അവസാനത്തെ ദിവസം. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇത് കുലാലംപൂർ കൺവെൻഷൻ സെൻ്ററാണ്. കുലാലംപൂർ കൺവെൻഷൻ സെൻ്റർ താഴെയാണ് ഇവിടുത്തെ മലേഷ്യയിലെ അക്വേറിയം, കുലാലംപൂരിലെ അക്വേറിയം നിൽക്കുന്നത്. അപ്പോൾ അക്വേറിയം കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ടിക്കറ്റൊക്കെ പാക്കേജിൻ്റെ ഭാഗമാണ്. അണ്ടർഗ്രൗണ്ടാണ് അക്വേറിയം. ഇത് ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുകയാണ് ഞങ്ങൾ. അക്വേറിയത്തിലോട്ട് കയറാൻ പോവുകയാണ്. എൻട്രൻസാണ്. ഇവിടെ ക്യൂ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വലിയ തിരക്കൊന്നുമില്ല. ഇപ്പോൾ ഗ്രൗണ്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്വേറിയത്തിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടില്ല. എത്താറായി. മീനൊക്കെ കിടന്ന് ഓടിക്കളിക്കുന്ന കാണാം. അപ്പോഴേ ആദ്യം വീഡിയോ ഷോ കണ്ട് ഇതൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് വേണം കയറാനായിട്ട്. വീഡിയോ ഷോ ഒക്കെ ഉണ്ട് ഇവിടെ. രണ്ട് സൈഡ് മത്സ്യങ്ങളില്ലാത്തത് ഒരു സൈഡ് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയല്ലോ. ഒരു മത്സ്യത്തിനകത്ത് തന്നെ 4-5 മത്സ്യങ്ങളാണ് തോന്നുന്നത്. ചെറുതൊക്കെയുള്ള മത്സ്യങ്ങൾ. ചുവപ്പുള്ള മത്സ്യങ്ങൾ കൊള്ളാം. പവിഴം കുട്ടികളൊക്കെ ഉണ്ട്. വരേനുള്ള മത്സ്യം, ഇഷ്ടംപോലെ മത്സ്യങ്ങളുണ്ട്. വിലക്കുള്ള മത്സ്യം ഇവിടെ നിന്ന് കിട്ടുന്നതെന്ന് പറയും. സാമ്പിളായിരുന്നു. ഇനി കാണാൻ പോകുന്നതാണ് നിജം. അങ്ങനെ താഴോട്ട് പോവുകയാണ്. അണ്ടർഗ്രൗണ്ടാണ്. മത്സ്യങ്ങൾ വലിയ കുറേ, മറ്റൊക്കെ ചെറിയ മത്സ്യങ്ങളായിരുന്നു. ഇവിടെ ഇപ്പോൾ കുറേ വലിയ മത്സ്യങ്ങളാണ് കാണാൻ തുടങ്ങുന്നത്. ോട്ട് കയറിയാണ്. 4 ചുറ്റും വെള്ളമാണ്. 4 ചുറ്റും മീനുകൾ ഇങ്ങനെ നീന്തി തുടിക്കുന്ന കാണാൻ പറ്റും. ഒരു ടണലിൽ കൂടെ നടന്നു പോവുക. ഷാർക്കൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാ ഷാർക്കുകളാണ്. വലിയ കടലാണ്. കുറേ ദൂരമുണ്ട്. തെരണ്ടി ആമയല്ല, തെരണ്ടി മത്സ്യങ്ങളെ നീന്തി തുണിക്കുകയാണ്. Please take care of your personal belongings and never leave it inside of the tunnel space. Do not eat or drink during your time inside the tunnel. Ensure that your family, friends, group or partners are with you at all times. Kindly reach out to any of our staff nearby if you need assistance. അക്വേറിയം കണ്ടു കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ അക്വേറിയം. എത്ര ഫീസൊന്നും എനിക്കറിയത്തില്ല.
ഇനി എന്തൊക്കെ ഉണ്ടെന്നും അറിയത്തില്ല, അങ്ങോട്ട് നോക്കാൻ കഴിയും. ആ ടണലിൽ തന്നെ മത്സ്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. വെളിയിൽ നിന്ന് കാണുന്നതേ ഉള്ളൂ. മത്സ്യം ഒരു അനക്കമില്ല കിടക്കും. ഒരു മത്സ്യമാണ്, ഒരു അനക്കമില്ല, അത്രയാണ് കിടക്കുന്നത്. കണ്ടാൽ പാമ്പാണൊക്കെ ഇരിക്കുക. മത്സ്യമാണ്, ഫോട്ടോ സ്പോട്ടാണ്. വലിയ മത്സ്യങ്ങളൊക്കെ ആ കടലിലെ മത്സ്യങ്ങളൊക്കെ തന്നെ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നേ ഉള്ളൂ. ഒരേ മത്സ്യങ്ങൾ തന്നെ. ഈ മീനിനൊക്കെ ആക്ച്വലി ഇത്ര വലിപ്പമില്ല. ഈ ഗ്ലാസ്സിൽ കൂടെ കാണുന്നതുകൊണ്ടാണ് ഇത്ര വലിപ്പം തോന്നിക്കുന്നത്. ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഫോസിൽസ് ഓരോ മത്സ്യങ്ങളുടെയൊക്കെ.